നിങ്ങളെ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങളെപ്പോലുള്ള ഉപദേശകന്മാർ പറയാതെ നിങ്ങൾ എങ്ങനെയാണ് കേൾക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇന്ന് യേശുക്രിസ്തു വന്നാൽ ഞാൻ അവനോട് കൂടെയും 1000 വർഷം ഭൂമിയിൽ അവനോട് കൂടെയും ശേഷം ലോകം അവസാനിക്കുമ്പോൾ സ്വർഗത്തിലേക്കും പറന്നു പോകും. നിങ്ങളും വരണ്ടേ? നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾ വരണ്ടേ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രായമായിരിക്കുന്ന അപ്പനും അമ്മയും വരണ്ടേ? പ്രിയപ്പെട്ടവർ, നമ്മൾ എല്ലാവരും കർത്താവിനോട് കൂടെ ജീവിക്കണം. ഇതാണ് കർത്താവിന്റെ ആഗ്രഹം. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ സുവിശേഷകന്മാർ മുഖാന്തരം അത്ര ദൈവം സംസാരിക്കും. നിങ്ങൾ ചിലര് പറയും, ദൈവം എന്നോട് പറഞ്ഞാൽ സ്നാനമാക്കാൻ. പ്രിയപ്പെട്ട, ദൈവം പറയത്തില്ല. കാരണം സുവിശേഷകനെ ദൈവം അയച്ചു വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വായായിട്ടാണ്. അവന്റെ വാക്ക് കേട്ടനുസരിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ വരത്തില്ല. മരിച്ച നരകവിധിയിലേക്ക് നിങ്ങൾ കടന്നു പോകേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വചനത്തെ തള്ളി ഉന്നത ഭാവത്തിലും നഗല ഹൃദയത്തിലും പാപമോചനം നേടുവാൻ കർത്താവിന്റെ സന്നിധിയിൽ വന്ന് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് അവന്റെ നിന്ന ചുമക്കാതെയാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങള്. ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ ഇന്നേക്ക് 1000 വർഷം തികയുന്നെന്ന് ലോകം അവസാനിക്കുമെന്നും അന്ന് പാപിയായിട്ട് അടക്കപ്പെട്ട എല്ലാവരും അത് ഇന്നായിരുന്നില്ല. മുഖപക്ഷമില്ല. ദൈവം മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവന്. അതിനകത്ത് പൗലോസ് എന്നോ പത്രോസ് എന്നോ എന്റെ പേര് വിജയനാണ്, വിജയനെന്നോ നമ്മുടെ അച്ഛനെന്നോ തിരുമേനിയെന്നോ ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, പാപിയായിട്ടാണോ നീ അടക്കപ്പെടുന്നത്? നിനക്ക് മേൽ എന്താണ്? നരകവിധിയാണ്. അവൻ നമ്മുടെ പാപങ്ങളെ പരസ്യപ്പെടുത്തി, അതായത് ലോകാവസാന ദിവസം കല്ലറിൽ നിന്ന് എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് വരും.